ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ട്രെൻഡായ അല്ലെങ്കിൽ ഒരു വലിയൊരു ന്യൂസ് നടക്കുന്ന ഓബ യൂസിയെ കുറിച്ചിട്ടാണ്. ആ ഒരു ബ്രാൻഡിന് അല്ലെങ്കിൽ ആ ബ്രാൻഡ് നടത്തുന്ന ദിയ കൃഷ്ണയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത്. ബിസിനസ് പരമായിട്ട് വലിയൊരു നഷ്ടം ഉണ്ടായിരുന്നു. എന്താ അവിടെ വർക്ക് ചെയ്യുന്ന 3 സ്റ്റാഫ് തട്ടിപ്പ് നടത്തുകയും അതും ലക്ഷങ്ങളോളം രൂപയാണ് അവിടെ തട്ടിപ്പ് നടത്തുന്നത്. അത് കുറേ നാളുകളായിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരത് അറിയാതെ പോയി. പക്ഷേ ആ ഒരു കേസ് അവർ കണ്ടെത്തി അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരത് വേണ്ട വിധത്തിൽ ആ കേസ് മൂവ് ഓൺ ചെയ്യുകയും അതിന് വേണ്ടത് എല്ലാം അവർ എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഭയങ്കര കൂളായിട്ട് അവർ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദിയ കൃഷ്ണ ഒറ്റയ്ക്കല്ല, ഫുൾ ഫാമിലി സപ്പോർട്ടാണ് ആൾക്ക് പിന്നിലുള്ളത്. അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ എല്ലാവരും ഇതിൻ്റെ പുറകെ ഓരോന്ന് ചെയ്തും ഈ കേസ് ഏത് രീതിയിൽ ഫോർവേഡ് ചെയ്യണമെന്ന് നോക്കി അതിനനുസരിച്ച് ഡീൽ ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ ഒരു കേസിൻ്റെ സത്യാവസ്ഥ അവർ വേണ്ട രീതിയിൽ പുറത്തു കൊണ്ടുവന്നു. അതായത് ആ കുറ്റം ചെയ്തവരെ അവർ പുറം ലോകത്തേക്ക് കാണിച്ചു തന്നു. അയാൾ കേസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഉണ്ടായത്, എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ അവർ അത് പുറം ലോകത്തെ അറിയിച്ചു. അതേപോലെ ഇത്രയ്ക്കും പ്രശ്നങ്ങളുണ്ടായിട്ടും ഈ ഒരു പ്രശ്നത്തിന് അവർ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി അത് പ്രോപ്പറായ രീതിയിൽ അത് ഡീൽ ചെയ്യുകയും അതിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എവിടെ എന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ അവർ ചെയ്തു. പിന്നെ അതല്ല ഇതോർത്ത് വിഷമിച്ചിരിക്കാണ്ട് ഇതോർത്ത് ബിസിനസ് അവർ മുന്നോട്ട് കൊണ്ടുപോകാണ്ട് എന്നൊന്നും അല്ല അവർ ചെയ്തത്. അവർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തു. ബാക്കി അവരെന്താണോ ലൈഫ് അതായിട്ട് അവർ മുന്നോട്ട് പോകുക. അല്ലാണ്ട് ഇത്രയും ലക്ഷങ്ങൾക്ക് രൂപ നഷ്ടം വന്നു എന്ന് വിചാരിച്ച് അതിനി അവർ ശ്രദ്ധിക്കുക. ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും ഇനി അവർ എന്തൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർ ശ്രദ്ധിക്കുക. പിന്നെ അതല്ലാണ്ട് ഇതോർത്ത് സങ്കടപ്പെട്ടിരുന്ന് അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോൾ ദിയ കൃഷ്ണയ്ക്കും അതേപോലെ തന്നെ അവരുടെ ഫാമിലിക്കും മാത്രം ഉണ്ടായ ഒരു പ്രശ്നമല്ല. അതേപോലെ തന്നെ അവരും അവരുടേതായ രീതിയിൽ ആ ഒരു ബ്രാൻഡിനെ വളർത്തിക്കൊണ്ടുവരികയും അധ്വാനിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കി സ്റ്റാഫ്സും ഇതിൽ അധ്വാനിച്ച് അവരുടെയും കൂടെ പണമാണ് ഇപ്പോൾ ഒരു വേറൊരു രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു തട്ടിപ്പ് എന്ന രീതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർക്കും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാശോ പണമോ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലാണ് നമ്മുടെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാശിൻ്റെ പണത്തിൻ്റെ ബേസിലല്ല. അപ്പോൾ അവർ ഡീൽ ചെയ്ത ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതി എനിക്ക് പേഴ്സണലി ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത്.